ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നൂറയോട് പോയി സംസാരിച്ച പോലെ തന്നെ ഷാനവാസ് ആദിലോട് പോയി സംസാരിക്കുന്നുണ്ട്. ഇതിൽ നൂറ ഇല്ല, അനുമോൾ ആ ഒരു ബെഡിൽ കിടപ്പുണ്ട്. ബെഡ്റൂം ഏരിയ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദില പറയുന്നത് ഇതാണ്, ആ ചെറുക്കനെ സ്ക്രൂ കയറ്റി വിട്ടിട്ട് ഇവിടെ ഉള്ളവരുടെ എല്ലാം ഗെയിം ചീഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് 1 വീക്ക് ഒരാഴ്ച ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളവരുടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവനെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ അവനെ മെന്റലി തകർക്കണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്തൊരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യം, ഈ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യലും പിന്നെ കുത്തിത്തിരിപ്പും വളച്ചൊടിക്കലും ഒക്കെ ആണോ എന്നുള്ള രീതിയിൽ ആദില ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവര് അക്ബർ ഗ്യാങ്ങിനെ പറ്റിയാണ് പറയുന്നത്. കാരണം അവരാണ് ഈ ഒരു നെവിൻ പ്രശ്നം ഇത്ര ആളി കത്തിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചത്. അക്ബറും ആര്യനും ഒക്കെ നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവരെ പറ്റിയാണ് പറയുന്നത്. അവരുടെ മുഖത്തൊരു ദുഃഖമുണ്ടായിരുന്നു, അവരാണ്. അപ്പൊ അതാണ് ഇവര് 3 പേരും കൂടി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇന്നത്തെ എപ്പിസോഡിലും അതിങ്ങനെ സർഫസ് ലെവലിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ചർച്ചയായിട്ട് പോകുന്നുണ്ടായിരുന്നു. നെവിനും ഷാനവാസും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊക്കെ പറഞ്ഞ് അത് സോൾവ് ആയി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എനിക്കും തോന്നുന്നത് ഇത് ഈ ഒരു കോണ്ടന്റ് അതിന്റെ അവസാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി വേറെ കോണ്ടന്റുകൾ വരട്ടെ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഫ്രഷ് സാധനങ്ങൾ വരട്ടെ. ഈ ഒരു സംഭവം ചീഞ്ഞ കേസാണത്. ഷാനവാസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചീഞ്ഞ കേസാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് വേറെ സാധനങ്ങൾ പിടിക്കാമല്ലേ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.